നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇനി പേടിക്കാനൊന്നുമില്ല. രണ്ടുപേരും അപകടനില തരണം ചെയ്തിട്ടുണ്ട്. അവർക്ക് ബോധം വീണു സർ. അപകടനില തരണം ചെയ്തിട്ടുണ്ടെങ്കിലും ഇനിയും ബോധം വീണിട്ടില്ല. ഹോസ്പിറ്റലിൽ വെച്ച് സിദ്ധു ദേവികയോട് വളരെ സ്നേഹത്തോടെയും അടുപ്പത്തോടെയും പെരുമാറണമെങ്കിൽ അവര് തമ്മിൽ ഇതിനു മുമ്പ് നല്ല രീതിയിൽ പരിചയം ഉണ്ടായിരിക്കുമല്ലോ. ഇനി സിദ്ധു മാലാക എന്ന് പറയുന്നത് ദേവിയെ കുറിച്ചായിരിക്കോ? ഏതായാലും ഞാനൊരു കാര്യം തീരുമാനിച്ചു. അമ്മ എന്താ തീരുമാനിച്ചേ? മറ്റൊന്നുമല്ല, അഞ്ജിതയെ വിവാഹം കഴിക്കാൻ എതിർപ്പൊന്നുമില്ലെന്ന് അഭിഷേക് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഈ വിവാഹാലോചനയായിട്ട് ദേവികയുടെ വീട്ടിലേക്ക് ചെല്ലണം. അവിടെ ഇവന്റെ ആലോചന അവതരിപ്പിക്കുമ്പോ നമുക്ക് സിദ്ധുവിന് വേണ്ടി ദേവികയെ പെണ്ണു ചോദിക്കാം. അല്ലമ്മേ, സിദ്ധുവിന്റെ അസുഖം മാറാത്ത സ്ഥിതിക്ക് ദേവികയെ സിദ്ധുവിനൊപ്പം വിവാഹം കഴിച്ചയക്കാൻ അവര് തയ്യാറാവോ? അടുപ്പവും സ്നേഹമൊക്കെ ഉണ്ടെങ്കിലും സിദ്ധുവിന്റെ ഭാര്യയാകാൻ ദേവിക താല്പര്യപ്പെടുവോ? ആവശ്യം നമ്മുടേതാ. അതുകൊണ്ട് ഈ വക കാര്യങ്ങൾ ചിന്തിച്ച് മനസ്സ് മടുപ്പിക്കാൻ നിൽക്കണ്ട. എന്തിനാ നമ്മളായിട്ടൊരു മുൻവിധി എടുക്കുന്നത്? ആദ്യം നമുക്ക് ഈ ആലോചനയായിട്ട് മുന്നോട്ട് പോവാം. എന്നിട്ട് ബാക്കിയൊക്കെ വരുന്നത് പോലെ ചെയ്യാം. ദേവിക നല്ല കുട്ടിയാ, കുടുംബസ്നേഹ, മറ്റുള്ളവരുടെ വേദന തിരിച്ചറിയുന്നവളാ. അവൾക്ക് സിദ്ധുവിനെ സ്നേഹിക്കാനും പരിചരിക്കാനും ഒക്കെ സാധിക്കുകയും ചെയ്യും. ദേവിക സിദ്ധുവിന്റെ ഭാര്യയായിട്ട് വരുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ ദേവികയ്ക്കും അവളുടെ ജീവിതത്തെക്കുറിച്ച് ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ടാവില്ലേ? അതൊക്കെ സിദ്ധുവിന് വേണ്ടി മാറ്റിവെക്കാൻ അവള് തയ്യാറാവോ? ഞാൻ പറഞ്ഞല്ലോ, ഇതൊന്നും ഇപ്പൊ ചിന്തിക്കേണ്ട കാര്യമില്ല. അല്ലമ്മേ, നമ്മള് സിദ്ധു വേണ്ടി ദേവിക ആലോചിച്ചിട്ട് ദേവികയെ ആ കുടുംബക്കാരും അത് നിരസിച്ചാലേ അത് നമുക്കൊരു നാണക്കേടല്ലേ? എന്ത് നാണക്കേട്? ഒരു നാണക്കേടുമില്ല. എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല. ഏതായാലും ഹോസ്പിറ്റലിൽ നിന്ന് മഹേട്ടൻ കൂടി വരട്ടെ. മഹേട്ടനോടും കൂടി ആലോചിച്ചിട്ട് വേണ്ടത് ചെയ്യാം. ദേവികെ, മോളെ ദേവികെ. അനീഷേട്ടാ, എന്തായി ദേവികെ? എങ്ങനെയുണ്ട് ഡോക്ടർ? ഒബ്സർവേഷനിൽ തന്നെയാ, ഒന്നും പറയാറായിട്ടില്ല. ഡോക്ടർ ഒന്നും പറഞ്ഞില്ലേ? വെയിറ്റ് ചെയ്യാനാ പറയുന്നത്. ക്രിട്ടിക്കൽ കണ്ടീഷൻ എന്നല്ലേ പറഞ്ഞിരുന്നേ? അതിന് വല്ല മാറ്റം? ഇല്ല. എത്രയും പെട്ടെന്ന് അവരൊന്ന് സുഖപ്പെട്ടാ മതിയായിരുന്നു. അപകടനില തരണം ചെയ്ത് കിട്ടിയ സമാധാനായിരുന്നു. അതൊക്കെ മാറും മോളെ. നീ വീട്ടിലേക്ക് പൊയ്ക്കോ. അവിടെ പോയിട്ട് കുറച്ച് റെസ്റ്റ് എടുക്ക. സ്കൂളിൽ പോകണ്ടല്ലേ? ദേവികേച്ചി, അഭിഷേക്, അനീഷേട്ടന് ആളെ മനസ്സിലായില്ലേ? ഋഷിയുടെ അനിയന അഭിഷേക്. ആ, മനസ്സിലായി. ക്ഷേത്രത്തിൽ വെച്ച് കണ്ട കാര്യം അമ്മ പറഞ്ഞിരുന്നു. അഭിഷേക്, ഇത് അനീഷേട്ടൻ, സുലോചനാന്റിയുടെ മോന്. അഞ്ജിതയുടെ ബ്രദർ? അതെ. ഓ സോറി, അന്ന് സ്റ്റേഷനിൽ വെച്ച് കണ്ടപ്പോ നമ്മള് ബന്ധുക്കളാണെന്ന് അറിഞ്ഞിരുന്നില്ല. ഞങ്ങൾക്കും അറിയില്ലായിരുന്നല്ലോ. ചേച്ചി രാവിലെ ഡോക്ടറെ കണ്ടിരുന്നോ?
ഡോക്ടർ അകത്തുണ്ട്. ട്രീറ്റ്മെന്റ് നടക്കുക. എന്നാ പിന്നെ മോളെ നീ പൊയ്ക്കോ. ഡോക്ടറെ കണ്ടിട്ട് പോവാം. ഉം. ഇനി പേടിക്കാനൊന്നുമില്ല. രണ്ടുപേരും അപകടനില തരണം ചെയ്തിട്ടുണ്ട്. അവർക്ക് ബോധം വീണു സർ. അപകടനില തരണം ചെയ്തിട്ടുണ്ടെങ്കിലും ഇനിയും ബോധം വീണിട്ടില്ല. നമുക്ക് കുറച്ചുകൂടി കാത്തിരിക്കാം. അവർക്ക് പെട്ടെന്ന് ബോധം തെളിയാനായിട്ട് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഹലോ, വല്യമ്മേ, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. പറമോനെ, ഋഷിക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടായോ? ഇനി പേടിക്കാനൊന്നുമില്ല. അപകടനിലയൊക്കെ തരണം ചെയ്തെന്നാ ഡോക്ടർ എന്നോട് പറഞ്ഞത്. ഈശ്വര ഭഗവാനെ കൃഷ്ണ, നീ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടല്ലോ. അപ്പൊ ഇനി ടെൻഷൻ വേണ്ട അല്ലേ? അങ്ങനെ തന്നെയാ ഡോക്ടർ പറഞ്ഞത്. അവന് ബോധം വീണോ? എന്താ മോളെ? പറയാം, പറ, അവന് ബോധം വീണോ? ഇല്ല, മയക്കം തെളിഞ്ഞിട്ടില്ല. അതിനിനിയും കുറച്ചു നേരം കൂടി കാത്തിരിക്കേണ്ടി വരും. എന്നാലും ഭയപ്പെടാനുള്ള സിറ്റുവേഷൻ ഒക്കെ കഴിഞ്ഞു. എത്രയും പെട്ടെന്ന് അവന് ബോധം കൂടി വീണിരുന്നെങ്കിൽ സമാധാനായന്. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം വല്യമ്മേ. അത് തന്നെയാ ഡോക്ടറും പറഞ്ഞത്. എന്നാ ഞാൻ വിളിക്കാം. ശരി. എന്താ മോളെ? ഹോസ്പിറ്റലിൽ നിന്ന് അഭിഷേക വിളിച്ച് ഋഷി അപകടനില തരണം ചെയ്തു. നിന്റെ സംസാരം കേട്ടപ്പോ എനിക്കത് തോന്നി. ഭഗവാൻ തുണച്ചല്ലോ. പക്ഷെ അവനിനി ബോധം തെളിഞ്ഞിട്ടില്ല അമ്മേ. ബോധമൊക്കെ തെളിയും, നീ സമാധാനിക്ക. ഇതുവരെ കൂടെ ഉണ്ടായിരുന്ന ദൈവം ഇനിയും കൂടെ ഉണ്ടാവും. ജാനകി, ഇതൊരു ശുഭസൂചനയാ. ഇനിയിപ്പോ ഒന്നും വച്ച് താമസിപ്പിക്കണ്ട. നമ്മൾ തീരുമാനിച്ച കാര്യം പെട്ടെന്ന് തന്നെ നടപ്പിലാക്കണം. നീ അഭിഷേകിനെ വിളിക്ക, എന്നിട്ട് വേഗം വരാൻ പറയേ. കാര്യമൊന്നും ഫോണിലൂടെ വിശദീകരിക്കണ്ട. നമുക്കൊരിടം വരെ പോകണമെന്ന് മാത്രം പറഞ്ഞാ മതി. നീ വിളിക്ക. എന്താ വല്യമ്മേ? അഭി, നീ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വരണം. എന്താ കാര്യം? നമുക്ക് അത്യാവശ്യം ഒരിടം വരെ പോകാനാ. നീ വേഗം വാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.